UAE പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് പോകാനായി കാത്തിരിക്കുന്ന ഒരുപാട് പ്രവാസികൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ താമസരേഖകളുടെ നൂലാമാലകളൊക്കെ മാറ്റി നിയമക്കുരുക്കുകളൊക്കെ അഴിച്ച് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായാലും നാടണയാനുള്ള എയർ ടിക്കറ്റിനുള്ള തുക കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വിവരം എന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് UAEയുടെ ICP. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പോർട്സ് കസ്റ്റംസ് അതോറിറ്റി പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് UAEയിലെ വിവിധ വിമാന കമ്പനികളുമായി ചർച്ച നടത്തി. എമിറേറ്റ്സും എത്തിഹാദും എയർ അറേബ്യയും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇങ്ങനെ ആംനസ്റ്റിയിൽ അല്ലെങ്കിൽ പൊതുമാപ്പിൽ നാടണയാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വിമാന ടിക്കറ്റിൽ നിരക്കിളവ് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പം നൽകിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 30 വരെ 2 മാസ കാലയളവിലാണ് UAEയുടെ ഈ ഒരു പൊതുമാപ്പ് നീണ്ടു നിൽക്കുക. വിസിറ്റ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും റെസിഡന്റ് വിസയിലും ഒക്കെ ഇവിടെ വന്ന് താമസരേഖ പുതുക്കാൻ സാധിക്കാതെ ഓവർ സ്റ്റേ ആയി നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ ഫൈൻ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇത് വലിയൊരു അവസരമാണ്. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചിരുന്നു, ഈ തൊഴിലുടമ അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളിൽപ്പെട്ട ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുത്താമോ എന്ന്. തീർച്ചയായും ഈ ഒരു ആംനസ്റ്റി അങ്ങനെ അബ്സ്കോണ്ടിങ് കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു നിയമക്കുരുക്ക് അവസാനിപ്പിച്ച് നാടണയാനുള്ള വലിയൊരു അവസരമായി തന്നെ ഇതിനെ കാണണം. അപ്പോൾ അതിന് ഓവർ സ്റ്റേ ഫീസോ അല്ലെങ്കിൽ എക്സിറ്റ് ഫീസോ, ഇനി നാട്ടിലേക്ക് പോയി ആംനസ്റ്റിയിൽ തിരികെ വരാൻ ഒരു ബാനോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ ആംനസ്റ്റിയിൽ നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് നിയമപരമായ പുതിയ വിസ എടുത്ത് വീണ്ടും UAEയിൽ വരാം, ജോലി ചെയ്യാം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. ആകെ ഒരു കൂട്ടരെ മാത്രമാണ് ഈ ആംനസ്റ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അത് അനധികൃതമായി രാജ്യത്തേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. നുഴഞ്ഞു കയറി വരിക എന്നൊക്കെ പറയില്ലേ, കൃത്യമായൊരു വിസ ഇല്ലാതെ UAEയിലേക്ക് വന്ന് ഇവിടെ തുടരുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പൊതുമാപ്പ് ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യം കൂടി അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നു. ഇന്ന് 2024 ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച സ്പൈസ് ജെറ്റിന്റെ ദുബായിൽ നിന്നുള്ള ചില വിമാനങ്ങളും ദുബായിലേക്കുള്ള ചില വിമാന സർവീസുകളും അപ്രതീക്ഷിതമായി ക്യാൻസൽ ചെയ്തത് ചില ആശങ്കകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്പറേഷണൽ ഇഷ്യൂസ് എന്നാണ് സ്പൈസ് ജെറ്റ് ഇതിനൊരു വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നാൽ എയർപോർട്ട് ഫീസിലെ കുടിശ്ശിക തീർക്കാനുള്ള ചില പ്രശ്നങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ മറ്റ് എയർലൈനുകളിലേക്ക് യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുക്കുകയോ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സ്പൈസ് ജെറ്റ് എന്നുള്ള കാര്യത്തിൽ അല്പം നമുക്ക് ആശ്വസിക്കാം. കേരളത്തിലെ നഴ്സുമാർക്ക് സൗദിയിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നോർക്ക രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ചില ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, ഇത് കൃത്യമായൊരു വിവരമാണോ, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. തീർച്ചയായും നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ജെനുവിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സൗദി അറേബ്യയിലെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഈസ്റ്റേൺ ഹെൽത്ത് ക്ലസ്റ്ററിലേക്കാണ് നോർക്ക ഇങ്ങനെ നഴ്സുമാർക്ക് വേണ്ടി വലിയൊരു അവസരം ഇപ്പോൾ നേരിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ നഴ്സുമാർക്ക് ജോലി നേടാനുള്ളൊരു വലിയ അവസരം തന്നെയാണ്. അഡൾട്ട് ഓങ്കോളജി, ഡയാലിസിസ്, എമർജൻസി റൂം, ICU അഡൾട്ട്, മെഡിക്കൽ, നിയോനേറ്റൽ ICU, നെർവ്സ്, ഓപ്പറേറ്റിംഗ് റൂം, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പീഡിയാട്രിക് ഓങ്കോളജി, PICU, സർജിക്കൽ സ്പെഷ്യാലിറ്റി, ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് ഇപ്പോൾ തൊഴിലവസരം വന്നിരിക്കുന്നത്. ഇപ്പോൾ നഴ്സിംഗ് ബിരുദമോ പോസ്റ്റ് BSCയോ ആണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത്. 1 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ അതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 4 രാവിലെ 10 മണിക്ക് മുൻപായി ഈ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങളുടെ ബയോഡാറ്റയും വിശദമായിട്ടുള്ള ബയോഡാറ്റയും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. 0471 2770 536. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2024 ഓഗസ്റ്റ് 29.